ചേലക്കര വീണാലും പഴയന്നൂർ വീണാലും. അതായത് 3 റൗണ്ട്, കൃത്യമായ കണക്ക് പറയാം, 3 റൗണ്ടുകൾ പിന്നിടുമ്പോൾ, അതായത് വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ പിന്നിടുമ്പോൾ 2016 UR പ്രദീപിന് കിട്ടിയത് 5944 വോട്ടുകളാണ്. അത് കൃത്യമായി മറികടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 6016 വോട്ടുകൾ ഉണ്ട്. അതായത് ആ 2016 ഭൂരിപക്ഷം ഉയരുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് 10,000 അടുപ്പിച്ച ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് ചേലക്കരയിൽ നിന്ന് വിജയിക്കും. അത് ചേലക്കരയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറഞ്ഞ കോൺഗ്രസിന് അക്കാര്യത്തിലൊരു നിരാശയുണ്ടെങ്കിലും പാലക്കാട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപക്ഷെ 3 മടങ്ങ് ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 3 ലക്ഷത്തിന്റെ ലീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ലക്ഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തുടരുക. 3,14,000 ലീഡുമായി നിങ്ങളുടെ സ്വന്തം പ്രിയങ്ക ഗാന്ധിയേക്കാൾ ലീഡ് നമുക്കാണ്. പ്രിയങ്ക ഗാന്ധിയേക്കാൾ ലീഡുമുണ്ട് അല്ലെ. 5 ലക്ഷത്തിലേക്ക് ലീഡ് ഉയർത്തിയാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സമ്മാനം തരാൻ ആൻഡ്രോ സാർ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. മുതലാളി സമ്മാനം റെഡിയല്ലേ? അതെ, സമ്മാനം റെഡിയാണ്. നിങ്ങൾ പ്രവചിക്കുക ഭൂരിപക്ഷം. പ്രിയപ്പെട്ടവർ തുടരുക. 1418 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ കോട്ടകളെ ഇളക്കി മറിച്ചുകൊണ്ട്. പ്രേക്ഷകരൊക്കെ കുറെ കമന്റുകൾ പറയുന്നുണ്ട്, അതൊക്കെ എടുത്തൊന്ന് വായിച്ചു കൂടി പോകാമെന്ന് തോന്നുന്നു. ഉപേക്ഷ പറയുന്നു സുജയ്ക്ക് ശകലം കഞ്ഞു കൊടുക്കണം. ശരിയാണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ആരെങ്കിലും പാഴ്സൽ അയക്കുവാണെങ്കിൽ അതെ 5 മണി തൊട്ട് നമ്മൾ ഇതേ എനർജിയിലാണ്. നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റ് നോക്കിയ സുജയ പറഞ്ഞ് വിഷമിക്കാനൊന്നുമില്ല. മഹാരാഷ്ട്ര പിടിച്ചിട്ടുണ്ട്. പിന്നല്ല, മാത്രമല്ല മഹാരാഷ്ട്ര സ്വന്തം മൊത്തം കൊണ്ടുപോയി. ഇതിലൊക്കെ തളരുമോ? അതെ, അപ്പോ നോക്കൂ, ചേലക്കരയുണ്ട് കേട്ടോ, വിഷമിക്കണ്ട. ചേലക്കരയാണ് രാഷ്ട്രീയ ഫൈറ്റ് നടന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തെളിയിക്കാൻ കോൺഗ്രസിനുണ്ടായിരുന്ന അവസരമായിരുന്നു. അതുകൊണ്ട് കളഞ്ഞു. 2026 നോക്കണ്ട, CPIM തേർഡ് ടേം. അതാണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ചേലക്കര മണ്ഡലത്തിൽ അലയടിച്ചിട്ടില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. സർക്കാരിന്റെ വിലയിരുത്തൽ നടന്നു. ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ സർക്കാരിന്റെ വിലയിരുത്തൽ ചേലക്കരയിൽ നടന്നു. സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന രീതിയിൽ നോക്കൂ, 6135 ചേലക്കരയിൽ ഇങ്ങനെ അടിക്കടി കൂടുകയാണ് UR പ്രദീപിന്റെ ലീഡ്. 6135ലേക്ക് UR പ്രദീപ് ലീഡ് ഉയർത്തിയിരിക്കുന്നു. 6135ലേക്ക് 1418ലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. പാലക്കാടിന്റെ ഒരിക്കലും വീഴാത്ത കോട്ടകളെ പിടിച്ചുലച്ചുകൊണ്ട് രാഹുലിന്റെ, ഷാഫിയുടെ, VD സതീശന്റെ, അബിന്റെ, VK ശ്രീകണ്ഠന്റെ. അരുണിനോട് ചിലർ ചോദിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒന്നിച്ചാണോ എണ്ണുന്നതെന്ന്. വിജയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഭൂരിപക്ഷം 12,212 പ്രേക്ഷകർ. ഉണ്ണി ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രകടനത്തിന് പോയോ എന്ന് ചോദിക്കുന്നു ആൻഡോ സാർ. കാണുന്നില്ല. അല്ല, നമ്മൾ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നൽകാൻ വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെയാണ്. വ്യക്തിപരമായി നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മൾ നമ്മുടെ സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കില്ല. നമ്മൾ പറയുന്ന ആർഗ്യുമെന്റുകൾ പൊളിറ്റിക്കലായിട്ടുള്ള ആർഗ്യുമെന്റുകൾ മാത്രമാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു പാർട്ടിയോടുള്ള പക്ഷപാതമായിട്ട് നിങ്ങളത് വ്യാഖ്യാനിക്കരുത്. ആര് വിജയിച്ചാലും അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, വോട്ടർമാരുടെ വിജയമാണ്. 6235 വോട്ടോടുകൂടി ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് UR പ്രദീപ്. 1400-ലധികം വോട്ടുകൾ നേടി 1418 വോട്ടുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരിക്കലും ഈ സമയത്ത് BJP കേന്ദ്രം പ്രതീക്ഷിച്ചിരുന്നതേയല്ല ഇങ്ങനെയൊരു ടാലി UDFന് മുനിസിപ്പാലിറ്റി സമ്മാനിക്കും. ഞാൻ ഈ 3,14,000 സന്തോഷത്തിൽ പ്രേക്ഷകരെ പ്ലീസ് സ്വിച്ച് ദ ക്യാമറാസ്. നമുക്ക് ഒരാളോടൊരു സന്തോഷം പകിടാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു സർ. ഓക്കെ, അപ്പൊ നോക്കൂ, 3,14,000 സന്തോഷത്തിൽ പറയാൻ എല്ലാ കണക്കുകളും പാളിയുന്ന ഘട്ടത്തിലാണ് മാത്യു കുഴൽനാടൻ ചേലക്കര മണ്ഡലത്തിൽ ഒരു പുതിയ വിവാദം കൊണ്ടുവന്നു. അത് പട്ടികജാതി വിഭാഗത്തിൽ പെട്ട ഒരു മന്ത്രിയെ കെട്ടിച്ചിട്ട് നിങ്ങൾ പട്ടികവർഗക്കാരന് ഇനി UR പ്രദീപിന് മന്ത്രിയാകാം കൂടിയുണ്ട് ആ അർത്ഥത്തിൽ. അപ്പോൾ UR പ്രദീപ് മണ്ഡലത്തിൽ 6135 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇതാ പ്രിയങ്ക 1 ലക്ഷത്തിനടുത്തേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. 86,303. വീണ്ടും 6,345 ബൂത്തിൽ നിന്നുള്ള ചേലക്കരയിൽ നിന്ന് ഡയറക്റ്റ് 6,345 UR പ്രദീപ്. UR പ്രദീപ് 6,345 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ചേലക്കരയിൽ. ചേലക്കരയുടെ മണ്ണ് ഇടതു തന്നെ, ചേലക്കരയുടെ ഇടതു തട്ട് താണു തന്നെ ഇരിക്കും. ഇനി എത്രമേൽ നാടിളക്കിയുള്ള പ്രചരണം നടത്തിയാലും എന്നതാണ് ചേലക്കരയിലെ വോട്ടർമാർ തീരുമാനിച്ചത്. അതേസമയം പാലക്കാടിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് UDFന്റെ തേരോട്ടമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ പുലിക്കൂട്ടത്തിലായി മാറുന്ന കാഴ്ച, രാഹുൽ ഒരു പുലിയായി മാറുന്ന കാഴ്ച. പോയി കേട്ടോ.